Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. മലയാള കർഷക ജനതയുടെ രക്തസാക്ഷിയാണ് അനന്തു എന്ന കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ. അനന്തു മരിച്ചത് ഏറെ ദുഃഖകരമാണ്. കുടിയേറ്റ കർഷകരുടെ ജീവിത സാഹചര്യം വ്യക്തമാക്കുന്നതാണ് വഴിക്കടവിലുണ്ടായ ദുരന്തം. സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടാൽ വനനിയമം ഭേദഗതി ചെയ്യാൻ തയ്യാറാണ്. കേരളത്തിലെ വനത്തിന്റെ അധികാരം കേന്ദ്രത്തിന് കൈമാറാൻ തയ്യാറാണോ എന്നും ജോർജ് കുര്യൻ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. വനത്തിന്റെ അധികാരം കേന്ദ്രത്തിന് വിട്ടുതരൂ, പ്രശ്നം പരിഹരിക്കാൻ മോദി സർക്കാരിനറിയാം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും മലയോര ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കണം. ബിജെപിയുടെ ഭാഗത്തു നിന്നും എല്ലാ സഹായവും ഉണ്ടാകും. കേന്ദ്ര സർക്കാരും മലയോര ജനതയ്ക്ക് സഹായങ്ങൾ നൽകാൻ സജ്ജമാണ്. നിയമലംഘനങ്ങളെ കണ്ണടച്ചില്ലാതെയാക്കുന്നതിന്റെ ഫലമാണ് ഈ ദുരന്തം. അത് ഇടതു വലതു മുന്നണികൾ മനസ്സിലാക്കണം. വന്യജീവി പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. നിയമലംഘനങ്ങളെ കണ്ണടച്ച് ഇല്ലാതാക്കുന്ന ഒരു സ്വഭാവം പരമ്പരാഗതമായിട്ട് ഈ ഭാഗങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മനുഷ്യന്റെ ജീവന് നഷ്ടം വരത്തക്ക രീതിയിൽ ഉള്ള ഈ അനാസ്ഥ അത് മാറി മാറി വരുന്ന സർക്കാരുകൾ അനുവദിച്ചതാണ് എന്ന് മനസ്സിലാക്കും. അതിന്റെ ഫലമായിട്ടാണ് ഈ വലിയ ഒരു ദുരന്തം ഉണ്ടായത്. ആ കുടുംബത്തോട് അനുശോചനം രേഖപ്പെടുത്തുന്നു. പരിക്കേറ്റ് കിടക്കുന്ന ആ കുട്ടികളുടെ കുടുംബത്തോട് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രസ്ഥാനം ചേർന്ന് നിൽക്കും. മലയോര കർഷകരുടെ ഇടയില് ഒരു രക്തസാക്ഷിയായിട്ട് ആ കുട്ടി മാറിയിരിക്കുക. ഇവിടുത്തെ ഭരണകൂടങ്ങൾ, നേരത്തെ ഭരിച്ചവര്, ഇപ്പോൾ ഭരിച്ചവര് അത് മനസ്സിലാക്കണം. മലയോര കർഷകരുടെ രക്തസാക്ഷിയായിട്ട്, പ്രത്യേകിച്ച് ഈ പ്രത്യേക അവസരത്തിൽ, വളരെ ദുഃഖകരമായിട്ടുള്ള അവസരത്തിൽ അത് സംഭവിച്ചു എന്നുള്ളതാണ്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തെ വെറുതെ കുറ്റം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ജനജീവിതത്തിന് ഭീഷണിയായ വന്യമൃഗങ്ങളെ വേട്ടയാടുവാനുള്ള അനുവാദം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അത് കാര്യക്ഷമമായി ഉപയോഗിക്കുന്നില്ല. ശല്യക്കാരായ വന്യമൃഗങ്ങളെ കൊന്ന് മൃഗസ്നേഹികളുടെ വിരോധം ഏറ്റുവാങ്ങാൻ സംസ്ഥാന സർക്കാർ തയ്യാറല്ല എന്നതാണ് പ്രശ്നം. 30 കോടി രൂപ മുതൽ 48 കോടി വരെയാണ് മൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാനായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകുന്നത്. കിടങ്ങ് നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട്. വഴിക്കടവിലുണ്ടായത് മനുഷ്യത്വരഹിതമായ സംഭവമാണെന്നും ഉചിതമായ ധനസഹായം സംസ്ഥാന സർക്കാർ നൽകണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 1972 വന്യജീവി സംരക്ഷണ ആക്ട് വന്നതിന് ശേഷമാണ് ഈ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായത്. വന്യജീവി സംരക്ഷണ ആക്ടിൽ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, അതില് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, അദ്ദേഹത്തിന് എല്ലാവിധ അധികാരങ്ങളും ഉണ്ട്. ആ വകുപ്പിന്റെ സെക്ഷൻ 11 അനുസരിച്ച് അദ്ദേഹത്തിന് വേട്ടയാടുവാൻ, കള്ളിങ് അല്ല, തിരഞ്ഞു പിടിച്ചു കൊല്ലുക എന്നുള്ളതാണ്, വേട്ടയാടുവാനുള്ള അധികാരം, വേട്ടയാടുവാനുള്ള അനുവാദം കൊടുക്കുവാനുള്ള അധികാരം ഉണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ആ വകുപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. കള്ളിങ് എന്ന് പറയുന്നത് തിരഞ്ഞു പിടിച്ചു കൊല്ലുക എന്നുള്ളതാണ്. ഇത് വേട്ടയാടുന്നതിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണം. അത് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല. എല്ലാ കാര്യത്തിലെ പോലെ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുകയാണ്. കാരണം അത് നടപ്പിലാക്കിയാൽ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, മൃഗസ്നേഹികളുടെ വിരോധം അല്ലെങ്കിൽ അവരുടെ എതിർപ്പുണ്ടാകും. അത് മോഡി ഏറ്റെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഹൈവേ പോലെ റീലിടാനും അതിന്റെ പേരില് അവകാശവാദം ഉന്നയിക്കുവാനും ക്രെഡിറ്റ് എടുക്കാനും തയ്യാറാണ്. അത് പൊളിയുന്ന അവസരത്തിൽ മോഡി എന്ന് പറയുന്ന ഒരു രീതി അത് ശരിയല്ല. അത് ആത്യന്തികമായിട്ട് പരാജയപ്പെടും. വിഴിഞ്ഞത്ത് എങ്ങനെ പരാജയപ്പെട്ടോ ആ രീതിയിൽ പരാജയപ്പെടും, അത് സംശയമില്ല.
അതുകൊണ്ട് കേന്ദ്ര സർക്കാർ എല്ലാവിധ സഹായങ്ങളും ഒരു വർഷം 30 കോടി മുതൽ 48 കോടി വരെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഈ മൃഗങ്ങൾക്ക് ആ വനത്തില് അതുങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഫെൻസിങ്ങിനും കിടങ്ങുകൾ നിർമ്മിക്കുന്നതിനുമുള്ള സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. ബാക്കിയുള്ള അതിന്റെ സെൻസസ് അനുസരിച്ച് യഥാർത്ഥ കണക്കുകൾ കേന്ദ്ര സർക്കാരിന് കൊടുക്കുവാനും അതിനുവേണ്ടിയുള്ള സജഷൻസ് കൊടുക്കുവാനും സംസ്ഥാന സർക്കാർ തയ്യാറാകണം. അതുപോലെ തന്നെ 1972 നടപ്പിലാക്കിയ അല്ലെങ്കിൽ പാസാക്കിയ നിയമം അത് മോഡി സർക്കാരിന്റെ ആണെന്നാണ് ഇവിടുത്തെ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ ഘടകങ്ങളും പറയുന്നത്. ഇന്ത്യ സഖ്യങ്ങളും ബിജെപിയും തമ്മിലുള്ള മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. ഭാരതമാതാവ് ഇല്ല എന്ന് പറയുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യം ഏതെങ്കിലും സൈനികനോട് പറയുമ്പോൾ 10 അടി മാറി നിൽക്കുന്നതാണ് നല്ലതെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.